ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലാഡിൻ്റെ റെസിപ്പിയാണ്. കടലയും പിന്നെ നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന കുറച്ച് വെജിറ്റബിൾസും മാത്രം മതി ഈ സാലഡ് തയ്യാറാക്കുവാൻ. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഇതൊരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. 6 മണിക്കൂറിന് ശേഷം ഇതിലെ വെള്ളം ഒഴിവാക്കി ഇതൊരു കുക്കറിലേക്ക് മാറ്റുക. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന വേഗത്തിൽ വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കുക. കടല വെന്ത ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള വെജിറ്റബിൾസ് ആണ്. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളി, കാബേജ്, മല്ലിയില, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുക്കുംബർ ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറേശ്ശെയായി ഈ കടലയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ്. നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കടല വേവിച്ചപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ചാറ്റ് മസാല നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ഹെൽത്തിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.